ഈ സ്റ്റാറ്റസ് വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരു ഭാഗത്ത് നമുക്ക് തമിഴ് വേർഷനും ഒരു ഭാഗത്ത് തെലുങ്ക് വേർഷനുമായിരിക്കും കേൾക്കാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് ക്ലിയറായി മനസ്സിലാവുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളും പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതേപോലെ യൂസ്ഫുള്ളായ വീഡിയോസ് ഇനിയും കിട്ടാൻ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഒട്ടും വൈകേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈഡ്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഇത് നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ പുതിയ വേർഷനാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മേലെ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യാൻ കാണാൻ കഴിയും. ക്ലിക്ക് ചെയ്യുക. അത് നമുക്കിവിടെ കുറേ റേഷ്യോസ് കാണും. പുതിയ വേർഷനാണ്, പുതിയ കുറേ റേഷ്യോസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോ ഇവിടെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 9:6 എടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുക. മേലെ ഇനി നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏതായാലും പക്ഷേ നമുക്ക് പ്ലെയിനായ ബാക്ക്ഗ്രൗണ്ട് ആയി ഇമേജ് പോയ ശേഷം നമ്മളിവിടെ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡ്യൂറേഷൻ കുറച്ച് കൂട്ടിയിടാം. നമുക്കിപ്പോൾ കുറേ കൂട്ടിയിടാം. എന്നിട്ട് ആവശ്യം നമുക്ക് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ഇത് നമുക്ക് അധികം ഓഡിയോ ആഡ് ചെയ്യണം. ഓഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ തമിഴും തെലുങ്ക് വേണമെങ്കിൽ തമിഴ് വേർഷനും തെലുങ്ക് വേർഷനും അതേപോലത്തെ രണ്ടും നിങ്ങൾ ഡൗൺലോഡ് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഓഡിയോ പോയ ശേഷം നമ്മുടെ ഏത് ഫോണിലാണോ നമ്മുടെ പാട്ട് എടുക്കുന്നത്, അപ്പോൾ ഡൗൺലോഡ്സ് ആണ്, ആ പാട്ടങ്ങ് എടുക്കുക. ഓക്കെ, ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് പ്ലസ്. ഓക്കെ, ഇപ്പോൾ 2 ഓഡിയോ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് പ്ലേ ചെയ്യുമ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഒരു ഇതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ നമുക്ക് സെറ്റാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 30 സെക്കൻഡാണ് നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ വേണ്ടത്. അപ്പോൾ 30 സെക്കൻഡിൽ നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നേരം ഡ്രിം ചെയ്ത് വരാം. അപ്പോൾ ആദ്യം നേരം നമ്മൾ ഇതൊരു 30 സെക്കൻഡ് വെച്ച ശേഷം നമ്മുടെ ആദ്യത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരു കത്തിരിക്കുന്ന ചിഹ്നം കാണാൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഡ്രിം ടു റൈറ്റ് എന്നൊക്കെ ആണ്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് ഒരേ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തിക്നെസ് കുറച്ച് വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വോയിസ് ഇനി കറക്റ്റ് ലെഫ്റ്റും റൈറ്റിലേക്ക് മാറ്റണം. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഓഡിയോ തന്നെ എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഡിയോ എടുക്കുകയാണ്, നേരത്തെ ഓഡിയോ. അതിനുശേഷം ഇവിടെ നമുക്ക് ഓഡിയോത്തിന് ചിഹ്നം കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ ഓട്ടോ വോളിയം വേണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. റൈറ്റിലേക്ക് ഫുള്ളായിട്ട് 100 ഇടുക, അല്ലെങ്കിൽ നമുക്ക് 0 ഇട്ടാലും മതി. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അടുത്ത സോങ് എടുത്ത ശേഷം നമ്മളിവിടെ വന്ന ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റൈറ്റിലേക്കാണ്, ഇനി ലെഫ്റ്റിലേക്ക് ഇടുക, അല്ലെങ്കിൽ 0 ഇടുക. ഇതേപോലെ ചെയ്ത ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ സോങ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതിൻ്റെ തുടക്കം ഒരേപോലെ ആയിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ നേരെ ഷെയർ എന്നൊരു ബട്ടൺ കാണാം. അപ്പോൾ അതിലൂടെ എക്സ്പോർട്ടിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സേവ് ആവാൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറ്റസുകൾ ഉണ്ടാക്കാം. അപ്പോൾ സ്റ്റാറ്റസ് നമുക്ക് വേണമെങ്കിൽ കൈൻമാസ്റ്ററിൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അലേക് മോഷനിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഫുൾ സ്ക്രീനാക്കി കിട്ടുകയും അത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്യാൻ സുഖത്തിന് വേണ്ടി നമ്മൾ അലേക് മോഷൻ വയ്ക്കുന്നത്. അപ്പോൾ അലേക് മോഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ പ്ലസ് ബട്ടൺ വരാം. ഇവിടെ നമുക്ക് പല റേഷ്യോസ് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ പെൻസിൽ നിന്ന് വായിക്കാൻ കഴിയും, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു ലോക്ക് വേണം, അത് അൺമ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുക. 1080 2340 എന്ന് കൊടുക്കുക. ഫ്രെയിം റേറ്റ് 16 അതോ 13 കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച ആ വീഡിയോ, അതായത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള വീഡിയോ ആണ്, അത് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. അതിൻ്റെ പ്ലസ് ഐക്കൺ വന്ന ശേഷം ഇമേജ് ആൻഡ് വീഡിയോ പോവുക. നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ വീഡിയോ എടുക്കുക.
ഓക്കെ, ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ബ്ലാക്കാണ്, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയത്തില്ല, ബ്ലാക്കാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഓഡിയോ വേർതിരിച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3 ഡോട്ട്സിന് മേലെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ വരുമ്പോൾ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് വരും, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഓഡിയോ എക്സ്ട്രാക്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോൻ്റെ ആവശ്യമില്ല, അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ താഴെ പ്ലസ്സിലേക്ക് വന്ന ശേഷം ഇമേജ് ആൻഡ് വീഡിയോ പോവാം. ഇവിടെ ഞാൻ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ് വന്ന ശേഷം സ്കെയിൽ ഓപ്ഷനിൽ വരിക, നമ്മളിത് കുറച്ച് സൂം ചെയ്തിടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ടെക്സ്റ്റ് അതുപോലെ ലെയർ മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്കൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. ഡ്യൂറേഷൻ നമുക്കൊരു ഈ ഓഡിയോൻ്റെ അത്ര തന്നെ കൊടുക്കാം. അതിന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിങ്ങനെ ലാസ്റ്റ് വന്ന ശേഷം ഇവിടെ നമുക്ക് ഐക്കൺ കഴിയുന്നത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്കൊരു ലെയർ ആഡ് ചെയ്യാം. നമുക്കൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റുള്ളൊരു ലെയർ ആഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ താഴെ പ്ലസ്സിലേക്ക് വന്ന ശേഷം ഇമേജ് ആൻഡ് വീഡിയോ, ഇപ്പോൾ നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, അപ്പോൾ അത് നമുക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പോസിറ്റി പോവുക. ഇവിടെ നമുക്ക് താഴെ വരുമ്പോൾ ഡിഫറൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഫസ്റ്റത്തെയോ ഒരു രണ്ടാമത്തെയോ കൊടുക്കുക. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് ഒപ്പോസിറ്റി കുറച്ചിട്ടോ, അതൊന്നും നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇനി നമുക്ക് ഇത് മൂവ് ആൻഡ് ട്രാൻസ് വന്ന ശേഷം ഞാൻ മേലെയാണ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക, സെൻറ്ററായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ കുറച്ച് സൂമൊക്കെ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഒരു പ്ലേ ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരണം. അതിനായിട്ട് നമ്മൾ താഴെ പ്ലസ്സിലേക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഡിഫറൻസ് ഉള്ളിടത്ത് ലൈറ്റിനും കൊടുക്കുക. സ്ക്രീൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു വൈറ്റ് കളർ കിട്ടുന്നതാണ്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇതിന് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നിൽ തമിഴും ഒന്ന് തെലുങ്കുമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ തമിഴ് തെലുങ്ക് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതിൻ്റെ നമ്മൾ പ്ലസ് ബാക്കിയിട്ട് വന്ന ശേഷം ടെക്സ്റ്റിനുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്കിവിടെ ഞാനിപ്പോൾ തമിഴ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തമിഴിന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കളർ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫോണ്ട് മാറ്റണം. ഇപ്പോൾ ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള വ്യൂ ഫോണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്ന് സ്ക്രീൻ ഓപ്ഷൻ നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ ലെങ്ത്ത് കൂടി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്ന ശേഷം അത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് വെക്കാവുന്ന. എൻ്റെ സ്റ്റൈലൊക്കെ കൊണ്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ടുണ്ടാവും. ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരു ഇയറിൽ തമിഴ്ന്ന് എഴുതി, ഇനി അടുത്ത ഇയർ നമുക്ക് തെലുങ്കുന്ന് എഴുതണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ പ്ലസ്സിലേക്ക് വന്ന ശേഷം തെലുങ്ക് എന്ന് എഴുതുക, ടെക്സ്റ്റ് വന്ന ശേഷം എഴുതുക. ഇനി നമുക്കത് സൂം ചെയ്യണം. ഓക്കെ, അതിൻ്റെ മൂവ് ആൻഡ് ട്രാൻസ്ഫർ വന്ന ശേഷം സ്കെയിൽ ഓപ്ഷനിൽ സൂം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇത് കറക്റ്റ് കൊണ്ടുവെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ഇടുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് അതൊരു 30 സെക്കൻഡ് എത്തിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യത്തേൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ സൈഡിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം രണ്ടാമത്തേലും ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരെ ഇത് ലാസ്റ്റിലേക്ക് വരിക. ഇവിടെ താഴെ ഒരു ഐക്കൺ കാണാൻ കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതും നമ്മൾ അവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരു കളർ ഇങ്ങനെ മാറി മാറി വരണം. അപ്പോൾ അത് നമ്മൾ വേറെ ഒരു ഇത് ആഡ് ചെയ്യുമല്ല, അതിന് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ താഴെ എഫക്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് എഫക്ട്സിൽ വരിക. കളർ ആൻഡ് ലൈറ്റിൽ പോയ ശേഷം നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ
ടൂൾ ഷിഫ്റ്റ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ആദ്യം ഒരു കീ ആഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ വരിക, അവിടെ ഒരു കീയും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ ഇനി നമുക്കത് നോക്കുമ്പോൾ ഇങ്ങനെ പാറ്റേൺസ് അത് മാറി മാറി ഇങ്ങനെ ഓരോരോ കളറായിട്ട് വരും. ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മേലെ നമുക്കൊരു നമ്മുടെ പാട്ടിൻ്റെ പേരൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ നെയ്മ് എഴുതണമെങ്കിൽ ഇല്ല എഴുതുക. ഓക്കെ നെയിം കൊടുത്ത ശേഷം നമ്മൾ മൂവാം ട്രാൻസിൽ വന്ന് നമ്മൾ അത്യാവശ്യം സൂം ഒക്കെ ചെയ്യാം. നല്ല ഫോണ്ടൊക്കെ കൊടുത്ത് കുറച്ച് വലുതായിട്ട് ചെയ്യാം. ഓക്കെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നെയിമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ നെയിമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ ഇത് നമ്മൾ ഏറ്റവും എൻഡ് വരെ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ നമ്മുടെ സോങ്ങിൻ്റെ പേര് എഴുതാൻ പോവാണ്. അതിന് താഴെ പ്ലസ്സേക്ക് വന്ന ശേഷം ടെക്സ്റ്റിൽ പോവാം. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് നോക്കാം. അതിൻ്റെ മേലെ നമുക്ക് ഷെയർ തന്നെ കഴിയും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്വാളിറ്റിയൊക്കെ നോക്കിയ ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ ഇത് എക്സ്പോർട്ട് ആവുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനിയുള്ള സ്റ്റാറ്റസ് മെയിനായിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ എഫക്റ്റ് കൊടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും ഇത്രയൊക്കെ തരേണ്ടതാണ് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ പറയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെല്ലായിക്കോട്ടെ കൊടുക്കുക.